ഹല്ലേലൂയ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആവേ മരിയ മിനിസ്ട്രിയുടെ വചന സന്ദേശത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഹെബ്രായർ 11-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വചനങ്ങൾ. പ്രത്യാശിക്കുന്നത് ലഭിക്കും എന്നും കാണാത്തത് കിട്ടും എന്നും ഉള്ളതാണ് വിശ്വാസം. ആ ഒരു വിശ്വാസം മനുഷ്യന് ഇന്നുണ്ടോ? പ്രത്യാശിക്കുന്നത് ലഭിക്കും എന്ന ഉറപ്പ്, നമ്മൾ കാണാത്തത് കിട്ടും എന്ന ദൃഢതയും, ഇത് രണ്ടും നമുക്കുണ്ടോ? ഈ വിശ്വാസം നമുക്കിന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യം. നമ്മൾ ഈ ഹെബ്രായർ ലേഖനം ഒത്തിരി വായിച്ചിട്ടുള്ളവരാ അല്ലേ? പലരും വായിച്ചു, ഇങ്ങനെ അങ്ങ് കളഞ്ഞിട്ട് പോയിട്ടുണ്ട്. ഇത് നമ്മൾ ഒത്തിരി പ്രാവശ്യം കേട്ടിട്ടുണ്ട്. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തെക്കുറിച്ച്, ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം തന്നെ അതാണ്. എന്ന് പറഞ്ഞാൽ കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവ് പറഞ്ഞ വാക്കുകളെ, അരുളപ്പാടുകളെ അതേപടി കണ്ണുമടച്ച് ദൃഢതയിൽ വിശ്വസിക്കാൻ കഴിയുന്നവനായിരിക്കണം ക്രിസ്ത്യാനി. ക്രിസ്തുവിൻ്റെ വാക്കുകളിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യതിചലനമില്ലാതെ, ലോകത്തിൻ്റെ കാഴ്ചകളിലും ഇഷ്ടങ്ങളുടെ അടിസ്ഥാനങ്ങളിലും സംസാരങ്ങളുടെ അടിസ്ഥാനങ്ങളിലും വിവേചിക്കാതെ, വചനം പറയുന്നതനുസരിച്ച് അതിൽ ഉറച്ചു നിൽക്കുവാനും വിശ്വസിക്കുവാനും കഴിയുന്നവനായിരിക്കണം ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനി. എങ്കിൽ മാത്രമേ അവൻ പ്രത്യാശിക്കുന്നത് അവന് ലഭിക്കൂ എന്നുള്ള ഉറപ്പ് കിട്ടുകയുള്ളൂ. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളുടെ പൂർവികർ ചെയ്ത പല കാര്യങ്ങളും നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അങ്ങനെ ബോധ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ പൂർവികർ അത്രത്തോളം ആഴത്തിൽ അത് വിശ്വസിച്ചത് കൊണ്ടാണ് അവർക്ക് ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ദൈവിക സാന്നിധ്യം അറിഞ്ഞ് ജീവിക്കാൻ കഴിഞ്ഞത്. അതിനിഷ്ടം പോലെ ഉദാഹരണങ്ങളുണ്ട്. കായേന്റെയും ആബേലിൻ്റെയും ഇതിനകത്ത് ആബേലിൻ്റെ പ്രാർത്ഥന ദൈവം സ്വീകരിച്ചത് എത്ര ശക്തമായിട്ടാണ്. സ്വർഗം സ്വീകരിച്ചു എന്ന വ്യക്തതയോടുകൂടി സ്വീകരിക്കപ്പെട്ടു. അത് പൂർണ്ണതയിലുള്ള പ്രാർത്ഥനയായിരുന്നു, കാഴ്ചവെപ്പായിരുന്നു ദൈവത്തിന് കൊടുത്ത്. അതാണ് എൻ്റെ കാര്യം. ഹെനാക്ക് അതുപോലെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അതിനു മുമ്പ് അദ്ദേഹത്തിനും വ്യക്തത കൊടുത്തു. അതുപോലെ തന്നെ സാറ തൻ്റെ പ്രായാധിക്യത്തിൻ്റെ കാലത്ത് തനിക്കൊരു മകൻ ജനിക്കുമെന്ന വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. അതുകൊണ്ട് അത്ഭുതം സംഭവിച്ചു. അതുപോലെ തന്നെ നോഹ കാണാത്തവനിൽ നിന്ന് കിട്ടിയ അരുളപ്പാടിനെ 2 കൈയും നീട്ടി സ്വീകരിച്ചതുകൊണ്ട് അവൻ്റെ കുടുംബം തകർച്ചയുടെ കാലഘട്ടത്തിൽ സംരക്ഷിക്കപ്പെട്ടു. അതുപോലെ തന്നെ അബ്രാഹത്തിന് കർത്താവ് കൊടുത്ത സ്ഥലത്തേക്ക് വാക്കുകളിലൂടെ കിട്ടിയ അരുളപ്പാടിൽ പൂർണ്ണ വിശ്വാസത്തോടെ യാത്ര ചെയ്തു. അതുകൊണ്ട് അവനും അവൻ്റെ തലമുറകളും സംരക്ഷിക്കപ്പെടുകയും ആയിരക്കണക്കിന് ജനതകൾക്ക് പിതാവായി ജനസംഖ്യകൾ പുറപ്പെടുവിക്കുകയും ചെയ്തു. അപ്പം ഇതിനെല്ലാം അർത്ഥം എന്തിനാണ് ക്രോഡീകരിക്കുന്നത്? ഈ ഹെബ്രായർ ലേഖനം 11-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വചനത്തിൽ ഇത്ര വിശദമായിട്ട് പറയുന്നത് നമ്മൾ പലവട്ടം വായിച്ചിട്ടുണ്ട്. എവിടെയാണ് നമ്മുടെ വായനയും വിശ്വാസവും തമ്മിൽ യോജിക്കുന്നതെന്ന് ചിന്തിക്കണം. ഇത് വിശ്വാസം നഷ്ടപ്പെട്ടവർ തന്നെയാണ്. വിശ്വാസമില്ലായ്മയുടെയും വിശ്വാസ തീഷ്ണതയില്ലായ്മയുടെയും പരിണിത ഫലമാണ് നമ്മൾ ഇന്ന് വിശ്വാസം തേടിയും അത്ഭുതം തേടിയും നിലനിൽപ്പ് തേടിയും ഓടുന്നതിൻ്റെ കാരണം. ഞാൻ ഇന്നും പറയുന്നു, അന്നും പറയുന്നു, അന്നേ കാലഘട്ടത്തിലും പ്രവചിക്കുന്നതും ഇന്നേ കാലഘട്ടത്തിലും പ്രവചിക്കുന്നതും ഇവരുടെ എല്ലാം പ്രത്യേകമായ ദൈവത്തോടുള്ള പ്രാർത്ഥനകളും ദൈവത്തോടുള്ള തുറന്ന മനസ്ഥിതിയിലുള്ള ബലികളുമായിരുന്നു ഇവരുടെ എല്ലാം നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം. ദൈവത്തിൽ നിന്നുള്ള അരുളപ്പാടുകളും ദൈവത്തിൽ നിന്നുള്ള സന്ദേശങ്ങളെയും പൂർണ്ണമായി അവർ സ്വീകരിച്ചു എന്നുള്ളതാണ് അവരുടെ ഒരു ബേസ്. നമ്മൾ ഇന്ന് സന്ദേശം തേടി പോകുന്നത് പലതും ദൈവികമല്ല എന്നുള്ളത് വ്യക്തവുമാണ്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, ഗിമ്മിക്കുകൾ കാണിച്ചുകൊണ്ട് ലോകത്ത് ജനതയെ കൂട്ടിയോജിപ്പിച്ച് നിർത്തുന്ന പരിപാടിയല്ല തമ്പുരാൻ കാണിച്ചത്. ഇന്ന് നമ്മുടെ തലമുറയിൽ പലരും കാണിക്കുന്ന ഗിമ്മിക്കിലൂടെ ആളെ കൂട്ടിക്കൊണ്ട് പിടിച്ചു നിർത്തുന്ന പല പരിപാടിയും നടക്കുമ്പോൾ അതൊന്നും ദൈവികമല്ല. പലതും അതിനൊക്കെ ഭവിഷ്യത്തുകളും പരിണിത ഫലങ്ങളും ഉണ്ടാവും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനി വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയുണ്ട്. ഒരു വലിയ സന്ദേശത്തിലൂടെ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുക. അത് വെളിപ്പെടുത്താനുള്ള സമയമാകുമ്പോൾ അത് പൂർണ്ണതയിൽ പറയും. അതുകൊണ്ട് നല്ല പ്രാർത്ഥനയിലൂടെ മനുഷ്യൻ മുന്നോട്ട് പോകണം. കാരണം നമ്മൾ എന്തോ വലിയൊരു സംവിധാനത്തെ വീണ്ടും അതിജീവിക്കാൻ പോകേണ്ട അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഗിമ്മിക്കുകൾക്കൊന്നും പിടിച്ചു നിൽപ്പില്ലാതെ വരും. അത് പ്രത്യക്ഷപ്പെട്ടു, ഇവിടെ പ്രത്യക്ഷപ്പെട്ടു, അവിടെ അത്ഭുതം നടക്കുന്നു, ഇവിടെ അത്ഭുതം നടക്കുന്നു. ഇതെല്ലാം നിഷ്ഫലമായി പോവും പലതും. കാരണം ദൈവീകതയിൽ അടിയുറയ്ക്കാത്തതും
മനുഷ്യന്റെ നേട്ടങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും ഇച്ഛകൾക്കും വേണ്ടി ഉപയോഗിക്കപ്പെടുന്നതും മനുഷ്യരുടെ ബലഹീനതയെ ചൂഷണം ചെയ്യുന്നതുമായ സർവ്വതും ഇല്ലായ്മ ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെ മനുഷ്യൻ കടന്നു പോകാൻ പോവുക ഉണ്ടാകും, ഡെഫിനറ്റ്. അപ്പൊ പൂർണ്ണതയിൽ ആത്മാവിന്റെ സംരക്ഷണത്തിലൂടെ മനുഷ്യനെ സ്വർഗരാജ്യത്തിന് വേണ്ടി നിലനിർത്തുവാനും അവന്റെ വിശ്വാസം ദൈവത്തിലുള്ളത് തീക്ഷ്ണപ്പെടുത്തുവാനും എന്തെല്ലാം കാറ്റോ കൊടുങ്കാറ്റോ ഉണ്ടായാലും ഈ ലോകത്തിൽ അവന്റെ വിശ്വാസം ഉറച്ചു നിൽക്കുമെന്നുള്ള ഉറപ്പിലേക്ക് അവനെ നയിക്കുവാനുമായിരിക്കണം ഇനിയുള്ള ക്രിസ്തീയ ശുശ്രൂഷകൾ ഉപയോഗിക്കപ്പെടുന്നതെന്നാണ് എനിക്ക് കിട്ടുന്ന ഒരു സന്ദേശത്തിൽ നിന്ന് എനിക്ക് മനുഷ്യനോട് പങ്കുവയ്ക്കാനുള്ളത്. പക്ഷെ അത് എത്രത്തോളം ഇന്നത് പ്രാവർത്തികമാകേണ്ട, മനുഷ്യൻ ഒരു വലിയ വിഷയം കടന്നു വന്നാൽ, അല്ലെങ്കിൽ ഒരു വലിയ തകർച്ച കടന്നു വന്നാൽ, ലോകത്തിലൊരു നാശം കടന്നു വന്നാൽ അത് കഴിയുന്നത് വരെയുള്ള അവൻ്റെ വിശ്വാസവും കരച്ചിലും. അത് കഴിഞ്ഞാൽ പിന്നെ എന്തുകൊണ്ടത് വന്നെന്നോ ഇനി അത് വരുമോ എന്നോ ഇനി അങ്ങനെ ഒരു അവസ്ഥ നമ്മളെ ഗ്രസിക്കുമോ എന്നോ ചിന്തിക്കാനുള്ള മനസ്ഥിതി പോലുമുള്ള, ഓർത്തുകൊള്ളുക, ഗ്രസിക്കും. അത് കിട്ടാതെ പോകുന്നത് നമ്മുടെ വിശുദ്ധിയില്ലായ്മ കൊണ്ടും തിരിച്ചറിവില്ലായ്മ കൊണ്ടും പ്രാർത്ഥനാഴമില്ലായ്മ കൊണ്ടുമാണ്. അതുള്ളവരിലൂടെ ദൈവം അത് പ്രവർത്തിപ്പിക്കും, സമയത്ത് എഴുതി വെച്ചു. അപ്പോൾ നമ്മളൊരു വലിയ ഒരവസ്ഥയെ നമ്മൾ അഭിമുഖീകരിച്ചെങ്കിൽ ഓർക്കണം, കഴിഞ്ഞുപോയ കാലഘട്ടം പോലെ അല്ല നമ്മുടെ ഭൂമിയുടെ ഇന്നത്തെ പോക്കും യാത്രകളും ഒന്നും. നമ്മൾ വീണ്ടും പലതിനെയും ഫേസ് ചെയ്യാൻ പോകും എന്നുള്ളത് ഡെഫിനറ്റായ കാര്യമാണ്. ആ കാര്യങ്ങൾ കടന്നു വരുമ്പോൾ നമുക്ക് ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റില്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകും. അന്ന് ആരും കാണുകയില്ല. അപ്പോൾ എന്താണ് അവിടെ വേണ്ടത്? അടിത്തറ നല്ല രീതിയിൽ ബിൽഡപ്പ് ചെയ്ത വിശ്വാസ തീഷ്ണതയുള്ള ജനത്തെയും മനുഷ്യനെയും സമൂഹത്തെയുമാണ് ആവശ്യം. അതാണ് ദൈവം ചോദിക്കുന്നത്, ഞാൻ തിരിച്ചു വരുമ്പോൾ വിശ്വാസമുള്ളവൻ കാണുവോ എന്ന്. ആ വചനങ്ങളൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ പൂർത്തീകരിക്കപ്പെടും, പലതും എഴുതി വെച്ചോ. അപ്പോൾ മനുഷ്യന്റെ വിശ്വാസം തീഷ്ണതയുള്ളതും ഓടി അതിലേ നടക്കുന്നതുമാകാതെ പോകണം. ചിലരൊക്കെ എന്നെ പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോൾ പറയാറുണ്ട്, വിശ്വാസമില്ലായ്മയുടെ ഒരു ഭാഗമാണ് പറയുന്നത്, അല്ലാതെ ഒന്നിനെയും ചെറുതായി കാണുന്നതോ ഉപേക്ഷിക്കപ്പെടുന്നതോ ഒന്നുമല്ല. ചിലരോട് പറയാറുണ്ട്, ചില കാര്യങ്ങൾ നടന്നു കഴിയുമ്പോഴും പറയാറുണ്ട്, ഒരു നിർവാഹവുമില്ലാതെയാണ് ഇവർ പ്രാർത്ഥിക്കാൻ മെസ്സേജ് ഇടുന്നു, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അവർ പറയുന്നുണ്ട് കിട്ടിക്കഴിയുമ്പോൾ, അത് ഞാൻ അവിടെ ഉടമ്പടിക്ക് പോയിരുന്നു, കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിരുന്നു, ഞാനിവിടെ അന്തോണിസുനാളിൻ്റെ കൂടെ പ്രാർത്ഥിച്ചിരുന്നു, അവിടെ പ്രാർത്ഥിച്ചിരുന്നു, ഇവിടെ പ്രാർത്ഥിച്ചിരുന്നു ബ്രദറെ, ഞാൻ അവിടെ സാക്ഷ്യം പറഞ്ഞിരുന്നു, ഇവിടെ സാക്ഷ്യം പറഞ്ഞിരുന്നു. ഓക്കെ. അപ്പം പിന്നെ അങ്ങനെ അത്രയും വിശ്വാസവും ആഴവുമുള്ള മനുഷ്യൻ എന്തിനാണ് നാട്ടിലുള്ള എല്ലാ സ്ഥലത്തോടെ ഓടുന്നത്? അവന്റെ വിശ്വാസം ശക്തമല്ലാത്തത് കൊണ്ടാണ്. എന്നാൽ അവരിൽ അത്ഭുതം നടക്കുന്നില്ലേ? ഉണ്ട്. എവിടുന്ന് നടക്കുന്നു? ഏതേലും തീക്ഷ്ണമായ ഒരു പ്രാർത്ഥനയുടെയോ ഏതേലും വില കൊടുത്തുള്ള ഒരു പ്രാർത്ഥനയുടെയോ ഫലമായിരിക്കും ആരുടെയാണെങ്കിലും, അതിൽ നിന്നായിരിക്കും അത് കിട്ടുന്നത്. അപ്പൊ യഥാർത്ഥമായി ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വങ്ങൾ എവിടെയെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നത് പാവമാണ്. മനസ്സിലാകുന്നോ മനുഷ്യന്? കാരണം നമ്മൾ ഒരിടത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് ഉറച്ച് വിശ്വസിക്കുകയും അതുണ്ടെന്ന് തലമുറയിൽ ഇരിക്കുന്നവർ ഇവിടെ സാന്നിധ്യം ഉണ്ടെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുമ്പോൾ, ആ സാന്നിധ്യം ബോധ്യപ്പെടുത്തുന്ന വ്യക്തി പറയുന്നത് സത്യമല്ലെങ്കിൽ പോലും വിശ്വസിക്കുന്നവൻ തീക്ഷ്ണതയോടെ വിശ്വസിക്കുമെങ്കിൽ ആ സാന്നിധ്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന സ്ഥലത്ത് ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടാവും. ഇത് മനുഷ്യൻ മിസ്യൂസ് ചെയ്യും. മനസ്സിലാവുന്നോ? ഞാൻ നിൽക്കുന്ന ഈ പാറപ്പുറത്ത് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ മാതാവ് എനിക്ക് പ്രത്യക്ഷപ്പെട്ടു, അല്ലെങ്കിൽ അന്തോണിസുനാളും പ്രത്യക്ഷപ്പെട്ടു, ഇവിടെ ഒരു സാന്നിധ്യം ഉണ്ടെന്ന് പറയുമ്പോൾ, ഒരു വിശുദ്ധന്റെ നാമത്തിൽ ഞാനത് പ്രഖ്യാപിക്കുമ്പോൾ ഞാൻ ശരിക്കും ചൂഷണം ചെയ്യുകയാണ്. ഞാൻ ചൂഷണം ചെയ്യുകയാണെങ്കിലും ആ തെറ്റിന്റെ ശിക്ഷ ഞാൻ സ്വീകരിക്കേണ്ട വരുമെങ്കിലും, പക്ഷെ അവിടെ വിശ്വാസത്തോടെ വരുന്ന ഒരു വ്യക്തി, അവിടെ ദൈവിക സാന്നിധ്യമുണ്ടെന്ന് ഉറച്ച വിശ്വാസത്തിൽ യേശുക്രിസ്തുവിൻ്റെതായ നാമധേയത്തിലും യേശുക്രിസ്തുവിന്റെ ശക്തിയിലും അല്ലെങ്കിൽ മാതാവിന്റെ സാന്നിധ്യത്തിലുള്ള മധ്യസ്ഥത്തിലും ശക്തമായി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ അത്ഭുതം നടക്കും. കാരണം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടവൻ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. അവൻ വലിയ ശുശ്രൂഷകനായിരിക്കും, പേരുള്ളവനായിരിക്കും, നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. ഈ വന്നെന്ന് ചോദിക്കുന്നവൻ ഒരിക്കലും നഷ്ടപ്പെട്ടു പോവുകയുമില്ല. അവനിൽ അത്ഭുതവും നടക്കാം, പക്ഷെ അതെല്ലാവരിലും നടക്കണമെന്നില്ല. അതാ ചോദിക്കുന്നവന്റെ വിശ്വാസത്തിലും വിശ്വസ്തതയിലുമുള്ള ആഴത്തിൽ നിന്ന് കർത്താവ് ഉണ്ട് അവിടെ എന്നുള്ള അവന്റെ ദൃഢവിശ്വാസത്തിൽ നിന്ന് അവന് കിട്ടുന്ന സാധനം അത് മറ്റൊരുത്തൻ തട്ടിക്കൊണ്ടുപോയാണ്. അപ്പൊ പിന്നെ അടുത്തത് വരുന്നവർ എന്ത് പറയും? അവിടെ സംഗതി ഇന്ന പോലെ പറഞ്ഞതാ, വിക്രമോട് പറഞ്ഞത് അവിടെ പ്രത്യക്ഷപ്പെട്ട സംഗതി ഇങ്ങനെയാണ്, ഇഷ്ടംപോലെ അത്ഭുതം ഇങ്ങനെ നടക്കുകയല്ലേ പുള്ളിയുടെ ശിഷ്ടം. അപ്പൊ പുള്ളി പറയും അങ്ങനെയല്ലത്. വരുന്നവന്റെ വിശ്വാസം നടക്കുന്ന സാധനത്തെ മനുഷ്യൻ ചൂഷണം ചെയ്യുന്നതാണ്. അതാണ് പറയുന്നത്, ലോകത്തിൽ വരാൻ പോകുന്ന പല വിപത്തുകളെയും ഓർത്തുകൊള്ളുക. ഓടി രക്ഷപ്പെടും മനുഷ്യൻ പലയിടത്തും. കണ്ടോ? രക്ഷപ്പെടും, ഉറപ്പാണ്. വലിയ 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 ഒത്തിരി അത്ഭുതങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞ പല സ്ഥലത്തും ആൾക്കാർ ഓടി രക്ഷപ്പെടേണ്ടി വരും. സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരവസ്ഥയാണ് ഇപ്പോൾ ശുശ്രൂഷ.
നന്നായി മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തില്ലെങ്കിൽ വലിയ വലിയ ശുശ്രൂഷ എന്ന് പറയുന്നവർ പലരും നഷ്ടപ്പെട്ടു പോവും. മനുഷ്യൻ രക്ഷപ്പെടും. പക്ഷേ അങ്ങനെ ഒരു വിശ്വാസവും സത്യവും തിരിച്ചറിയാൻ കിട്ടുന്ന അവസരം ഉപയോഗിക്കാത്തവനും നഷ്ടപ്പെട്ടു പോവും. ഇതല്ല ദൈവിക പദ്ധതി എന്ന് ബോധ്യം കിട്ടാനുള്ള വഴി ഒരുക്കി കൊടുക്കുമ്പോൾ അത് സ്വീകരിക്കുവാൻ കഴിയാതെ പോകുന്ന മനുഷ്യൻ നഷ്ടപ്പെട്ടു പോവും. അത്ഭുതങ്ങൾ പല രീതിയിലും നടക്കും. കാരണം ദൈവിക സാന്നിധ്യം ഉണ്ടെന്നുള്ള ബോധ്യം മനുഷ്യനിൽ വരുത്തിക്കൊണ്ട് അവൻ പ്രവർത്തിക്കും. അവിടെ അത്ഭുതം നടക്കും. ആ അത്ഭുതത്തിന് നിലനിൽപ്പ് കാണില്ല. മകന്റെ കല്യാണം നടക്കും. കല്യാണം കഴിയുമ്പോൾ നാശം കടന്നു വരും. അങ്ങനൊരു സാധനം വരും. അപ്പം ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ലോകത്ത് ഉണ്ട് എന്നും വിശ്വാസത്തിന്റെ തീഷ്ണത എത്ര വലുതാണെന്നും നമുക്ക് ഓരോരുത്തർക്കും ബോധ്യം തരുന്നതാണ് പ്രിയപ്പെട്ടവരെ ഈ സുവിശേഷ ഭാഗം. ഞാൻ പറയുന്നത് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോയി ശുശ്രൂഷ കൂടുന്നതിനോ പ്രാർത്ഥിക്കുന്നതിലോ അല്ല കുഴപ്പം. യഥാർത്ഥമായ ദൈവിക പദ്ധതി വചനത്തിന്റെ അടിസ്ഥാനത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് വിശ്വാസത്തിന്റെ തീഷ്ണതയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയണം. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം ഇവിടെ ഉണ്ട്. നിങ്ങളുടെയൊക്കെ ഇടവപ്പള്ളികളിൽ നിങ്ങൾ എല്ലാവരും കുർബാനയ്ക്ക് പോകുന്നവരല്ലേ? ആ കുർബാനയിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് അത്ഭുതം കാണാൻ പറ്റുന്നില്ല? അവിടെ ഇരിക്കുന്ന മാതാവിൽ നിന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ട് അത്ഭുതം കിട്ടുന്നില്ല? നിങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പരമ്പരാഗത പ്രാർത്ഥനകളിൽ നിന്ന് ദൈവം നിങ്ങളുടെ പ്രാർത്ഥന എന്തുകൊണ്ട് സ്വീകരിക്കാതെ പോകുന്നു? ഇതാണ് നിങ്ങൾ ഓരോരുത്തരും പഠിക്കേണ്ടത്. അത് നിങ്ങളുടെ വിശ്വാസമില്ലായ്മയാണ്. അഥവാ ഇനി ജീവിതത്തിൽ ഒരു തകർച്ച വന്നു, നാശം വന്നു, ആ നാശം ദൈവത്തിന്റെ ഇഷ്ടവും ഹിതവുമാണെങ്കിൽ ഇതാ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് കർത്താവേ, എത്ര വലുതാണേലും എന്നെ നീ സഹായിക്കണമേ അതിൽ പിടിച്ചു നിൽക്കാൻ എന്ന് പ്രാർത്ഥിക്കാൻ കഴിവുള്ള എത്ര ക്രിസ്ത്യാനികൾ നമ്മുടെ ഇടയിലുണ്ട്. ഈ ലോകത്തിൽ ഏറ്റവും മനുഷ്യൻ കാണുന്ന ഒരു സാധനമാണ് മരണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം മരിച്ചു പോവും. അതിനെ ഭയപ്പെടേണ്ട കാര്യമില്ല. മുന്നേയും പിന്നെയുമായിട്ട് നമ്മൾ കടന്നു പോവും. നമുക്ക് മുമ്പ് ജീവിച്ച ഒരു വിശുദ്ധരും ഇവിടെ ജീവിച്ചിരിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല. ഒരു ശിഷ്യന്മാരും ഇവിടെ ജീവിച്ചിരിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല. അതിനപ്പുറം ഒരു ജീവിതമുണ്ടെന്നുള്ള ബോധ്യം പരിശുദ്ധാത്മാവിന്റെ അറിവിലൂടെ അവർക്ക് തികഞ്ഞു കിട്ടിയതിന്റെ പ്രതിഫലനമാണ് അവരതിൽ ഭയപ്പെടാതിരുന്നത്. ഏറ്റവും കൂടുതൽ മനുഷ്യ ജീവിതത്തിൽ ഭൂമിയിൽ സംഭവിക്കുന്നത് എന്താണ്? അവന്റെ കിടന്നുപോക്കാണ്. ആ കിടന്നുപോക്കിന് രണ്ട് വശങ്ങളുണ്ട്. അടുത്ത ടോക്കിൽ ആ വിഷയം കൊടുക്കും, ഒരു സംശയമില്ല. അപ്പോൾ മരണം രണ്ട് വിധം ദൈവത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. അത് മനസ്സിലാക്കണം. നന്മയിലുള്ള മരണവും നാശത്തിലേക്കുള്ള മരണവും രണ്ടുമുണ്ട്. അപ്പോൾ നമ്മൾ നന്മയിലുള്ള മരണം കണ്ടെത്താൻ ജീവിക്കേണ്ടവനാണ്. അതിൽ കൂടുതൽ എന്തവസ്ഥയാണ് ഈ ഭൂമിയിൽ ഒരു മനുഷ്യനുണ്ടാകാൻ പോകുന്നത്? അപ്പോൾ അതിനെ ഉൾക്കൊള്ളാനും അതിനെ സ്വീകരിക്കാനും വന്നാൽ എൻ്റെ കർത്താവ് അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് മക്കളുണ്ട്, കുടുംബമുണ്ട്, എല്ലാം ഉണ്ട്. നാശങ്ങളും തകർച്ചകളും വരും. ദൈവീകതയിൽ ആശ്രയിക്കുന്നവൻ, ദൈവീകതയിൽ പൂർണ്ണതയുള്ളവന്റെ കുടുംബത്തിൽ നിത്യനാശമോ തകർച്ചയോ കടന്നു വരില്ല. അഥവാ കടന്നു വരുന്നുണ്ട് എങ്കിൽ, ഒരു തകർച്ചയോ നാശമോ കടന്നു വരുന്നുണ്ടെങ്കിൽ അത് ഫേസ് ചെയ്യാനുള്ള കൃപ അവന്റെ കുടുംബത്തിലേക്കും ദൈവം നിക്ഷേപിക്കും. അവൻ അതിശക്തനാവും. അതാണ് അബ്രാഹത്തിന് കിട്ടിയ സാധനം. അതാണ് അബ്രാഹത്തിന്റെ വിശ്വാസം. വിശ്വാസം വിശ്വാസം എന്ന് നമ്മൾ കാലത്തെ മുതൽ വൈകിട്ട് വരെ ക്രിസ്ത്യാനി പഠിക്കുന്നത്. അത്രയും വിശ്വാസം ഇല്ല എങ്കിൽ പോലും, അത് നിലനിർത്താനുള്ള ശക്തി നമുക്കില്ലെങ്കിൽ പോലും, ആ ശക്തിക്കായി യാചിക്കാൻ പോലും മനുഷ്യന് കഴിയുന്നില്ല. അവൻ ഭൂമിയുടെ രക്ഷയ്ക്കായി ഓടുകയാണ് അവിടെ ഇവിടെയല്ല. അത് വിശ്വാസമല്ല, വിശ്വാസമില്ലായ്മ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ചെയ്യുന്ന ശുശ്രൂഷകളിൽ ഇങ്ങനെയുള്ള തെറ്റിദ്ധരിപ്പിക്കൽ ഒരു മനുഷ്യനോടും പറയാറില്ല. അവന് വേണ്ടി മധ്യസ്ഥം വഹിച്ച് കഷ്ടപ്പെട്ട് അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവൻ അറിയാതെ തന്നെ അവനെ പ്രാർത്ഥനയുടെ ശക്തിയിലേക്ക് കൊണ്ടുവരികയും പ്രാർത്ഥന എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുകയും അവന്റെ കുറവുകളെ കുറിച്ച് അവന് ക്ലാസ് കൊടുക്കുകയും ആ കുറവുകൾ അംഗീകരിക്കുന്നവനെ പ്രാർത്ഥിക്കേണ്ട രീതി പ്രാർത്ഥിപ്പിക്കുകയും അവൻ ആ പ്രാർത്ഥന സ്വീകരിക്കുകയും ചെയ്യുമ്പോഴാണ് അവനിലേക്ക് കൃപ കിട്ടുന്നത്. ഈ കൃപയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന എന്താണ്? നമ്മളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ദൈവം തന്നിരിക്കുന്ന കുറെ കൃപകളുണ്ട്. ആ കൃപകൾ ചെയ്ത് സഹനത്തോടെ മറ്റൊരുത്തന് വേണ്ടി ഏറ്റെടുത്ത് സഹിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് അത്ഭുതം നടക്കുന്നവരിൽ. ആ കൃപ അവരിലല്ല എന്നിൽ നിക്ഷേപിച്ചതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടി കർത്താവിന്റെ നാമത്തിൽ ഉപയോഗിക്കുകയാണ്. അത് കർത്താവ് തന്ന സാധനമാണ് അവർക്ക് വേണ്ടി. പക്ഷെ അത് സ്വീകരിക്കാനുള്ള യോഗ്യത അവരിൽ ഡെവലപ്പ് ചെയ്യണം. അതവർ അംഗീകരിക്കണം, അത് അനുസരിക്കണം, അത് നേടാനുള്ള യോഗ്യത അവർക്ക് വേണം. അത് നേടാൻ വേണ്ടി മാത്രമായി അവർ ആ യോഗ്യത സ്വീകരിക്കുകയും ചെയ്യരുത്. ഇതൊക്കെ ഇത്രയും വിശുദ്ധമായിട്ട് പറഞ്ഞിട്ട് പോലും മനുഷ്യനും മനസ്സിലാകുന്നില്ല. പ്രിയപ്പെട്ടവരെ, അത് മനസ്സിലാകണമെങ്കിലേ ആൾക്കാർ കേൾക്കണം. ഇത് ആർത്തിയുള്ള 100-300 പേര് കേൾക്കും, ആയിരക്കണക്കിന് ആൾക്കാരുടെ ഒരു ശുശ്രൂഷയിൽ. പിന്നെ ആർക്കാണ് ഇതിന്റെ ഫലം കിട്ടുന്നത്? എന്നാൽ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് എനിക്ക് ദർശനം ഉണ്ടായി എന്ന് പറഞ്ഞാൽ, ഇവിടെ അത്ഭുതം നടക്കണം എന്ന് പറഞ്ഞൊരു 150 പേര് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞാൽ നാളെ ഇത് ഡെവലപ്പാവും. എനിക്ക് എൻ്റെ ആത്മാവ് നഷ്ടപ്പെടുത്താൻ തയ്യാറല്ല. കാരണം ലോകത്തിന് ഞാൻ ഒരു വിലയും കൽപ്പിച്ചിട്ടില്ല. കാരണം ഞാനത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് ഇപ്പോഴും ഞാൻ പറയുന്നു, ലോകനീതിക്ക് മനുഷ്യൻ കീഴ്പ്പെടാതെ ദൈവനീതിക്ക് കീഴ്പ്പെടാൻ എങ്ങനെയാണെന്ന് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പഠിക്കണം. നിങ്ങൾ ഈ വചനം എടുത്ത് വായിക്കണം. നമ്മൾ ഓരോരുത്തരും നമ്മുടെ വിശുദ്ധീകരണത്തെ, വിശ്വാസത്തെ തുലനം ചെയ്യണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ തകർന്നു പോവും.
ഇല്ലാതെ പോവും, നഷ്ടപ്പെട്ടു പോവും. വലിയ അവസ്ഥയിൽ നമ്മൾ കരയും. നമ്മളെ രക്ഷിക്കാൻ ആരും കാണില്ല. അത്ഭുതം മേടിച്ചവരായിരിക്കും, പ്രയോജനമില്ല. അതുകൊണ്ട് സൂക്ഷിക്കുക. ദൈവനാമത്തിൽ ഈ കാലഘട്ടത്തെ വളരെ വിശ്വാസത്തിലും തീഷ്ണതയിലും നിന്നുകൊണ്ട് മനുഷ്യൻ മനസ്സിലാക്കി ജീവിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ആമേൻ. ഈശോ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം.